റേഷൻ കടയോടൊപ്പം പുസ്തകക്കൂട് എന്നുള്ളൊരു വ്യത്യസ്തമായ ആശയം നടപ്പിലാക്കുകയാണ് കൊല്ലം കരുനാഗപ്പള്ളി വേറ്റമുക്കിലുള്ള ആനന്ദ്കുമാർജിയുടെ റേഷൻ കട. അപ്പോൾ ഇവിടെ എത്തുന്ന ആളുകളെയെല്ലാം ഈ റേഷൻ സാധനങ്ങൾ വാങ്ങുന്നതിനൊപ്പം തന്നെ വായനയുടെ ഒരു മഹാത്മ്യം കൂടെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. കാര്യം ഈ ഗ്രന്ഥശാലയുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ചേട്ടൻ. നമുക്ക് കാണാം ഇവിടെ എത്തുമ്പോൾ തന്നെ ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ പുസ്തകങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിരവധിയായിട്ട് നിരത്തി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനന്തകുമാരേട്ടൻ തിരക്കിലാണ്, എന്നാലും ചോദിക്കാം, എന്താണ് ഇങ്ങനെ ഒരു കാര്യം? സാധാരണ റേഷൻ കടയെന്ന് പറയുന്നത് ആളുകൾ അത്യാവശ്യം മാത്രം ആശ്രയിക്കുന്ന സാധനങ്ങൾക്ക് ആശ്രയിക്കുന്നതാണ്. അവിടെ ഇങ്ങനെ ഒരു പുസ്തകങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പുസ്തകങ്ങൾ എന്നും പുതുതലമുറയ്ക്ക് ഇന്ന് നോക്കാത്തൊരു കാര്യമാണ്. പുസ്തകങ്ങൾ കൂടുതൽ ജനങ്ങളിലോട്ട് എത്തിക്കണം. ഗ്രന്ഥശാലകളുടെ അലമാരയിൽ ഇരിക്കാതെ ഈ പുസ്തകങ്ങൾ ജനങ്ങൾ വായിക്കണമെന്ന ഉദ്ദേശമാണ് ഉള്ളത്. വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്നവർ നമ്മളടുത്ത് ചോദിക്കും, ഇന്ന പുസ്തകം വേണമെന്ന് പറയും. നമ്മുടെ കസ്റ്റഡിയിൽ അന്നേരം ഉണ്ടെങ്കിൽ ഞാൻ അത് കൊണ്ടുവരും. അല്ലെങ്കിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന ശ്രീ വിദ്യാധിരാജ് ഗ്രന്ഥശാലയാണ്. അത് പന്മന ആശ്രമത്തിൻ്റെ അടുത്താണ്. ആ ഗ്രന്ഥശാലയുടെ ലൈബ്രറിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് ആ പുസ്തകം ഞാൻ ഇവിടെ കൊണ്ടുവരും, അവർക്ക് കൊടുക്കും. ഇത് കണക്ക് തൊട്ടടുത്തുള്ള ആളുകളൊക്കെ വായനക്കാർ ഒത്തിരി ഉണ്ട്. ഇവിടെ സ്ഥിരമായി പുസ്തകങ്ങളൊക്കെ എടുക്കുന്ന റഹീമേട്ടൻ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ആശയത്തിനോടുള്ള ഒരു ഇഷ്ടം തോന്നിയിട്ടാണോ പുസ്തകങ്ങളൊക്കെ എടുക്കുന്നത്? എങ്ങനെയാണ് വായന? എനിക്കൊരു ഹരം തന്നെയാണത്. ആ ഒരാശയം ഇവിടെ വന്നെന്ന് പറയുമ്പം പിന്നെ നമ്മുടെ അടുത്ത് തന്നെ അന്നവും അക്ഷരവും ഒരേപോലെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതാണ് അന്നവും അക്ഷരവും ഒരേടത്ത് തന്നെ കിട്ടുന്നതെന്ന് പറയുന്നത് അതൊരു വലിയ വിജയം തന്നെ. പിന്നെ ഈ കടയ്ക്ക് തൊട്ട് മുൻപ് തന്നെ പുസ്തകക്കൂട് എന്ന പേരിൽ ഇത്തരത്തിലൊരു കൂടുണ്ട്. ഇതിനകത്തും പുസ്തകങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള കവിതകളുണ്ട്, മറ്റത്തരത്തിലുള്ള പല പുസ്തകങ്ങളുമുണ്ട്. ഈ ഗ്രന്ഥശാലയുമായി ചേർന്നാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നത്. എങ്ങനെയാണ് ഈ ഗ്രന്ഥശാലയുമായി ചേർന്നാണ് ഈ പ്രവർത്തനം നടത്തുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു പിന്തുണ? ഗ്രന്ഥശാല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പുസ്തകങ്ങളെന്ന് പറയുന്നത് നമ്മുടെ വായനശാലയ്ക്കകത്ത് മേശയ്ക്കകത്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കിപ്പം ആധുനിക ടെക്നോളജി വന്നപ്പോഴത്തെ എല്ലാനൊക്കെ ഈ മൊബൈൽ ഫോണുകൾ ഉണ്ടായതുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കാനുള്ള ആളുകളുടെ എണ്ണം പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണയിൽ നിന്ന് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ആശയം തോന്നുന്നു. അപ്പം ഇത് ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് ആനന്ദ്കുമാർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രന്ഥശാലയുടെ പ്രസിഡന്റാണ്. അപ്പം ഞാൻ സെക്രട്ടറിയാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു ആശയം താലൂക്ക് ലൈബ്രറി കൗൺസിലുമായിട്ട് ഇങ്ങനെ ഒരു ആശയം വെച്ചു. ആവശ്യത്തിനുള്ള പുസ്തകങ്ങൾ നമ്മൾ ലൈബ്രറിയിൽ നിന്ന് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഗ്രന്ഥശാല, ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഗ്രന്ഥശാല എന്ന് പറയുന്നത് വളരെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലയാണ്. പന്മന വിദ്യാധിരാജ് ഗ്രന്ഥശാല എന്ന് പറയുന്നത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, പന്മന ആശ്രമത്തിൻ്റെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥശാലയാണ്. അപ്പോൾ ഗ്രന്ഥശാലയിൽ നമുക്ക് എല്ലാ പുസ്തകങ്ങളും നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അപ്പം പുസ്തകങ്ങൾ ആവശ്യക്കാർക്കനുസരിച്ച് നമ്മളിവിടെ കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഗ്രന്ഥശാലയുടെ സഹകരണത്തോടുകൂടെ ഈ പദ്ധതി നടപ്പിലാക്കുന്നു. ഇതുവരെയും വൻ വിജയമാണ്. അന്നവും അക്ഷരവും ഒരിടത്ത് നിന്ന് തന്നെ പകർന്നു നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യവും. ഇത് ഒരു മാതൃകയെ കണ്ടുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞാൽ ഈ ലഹരിക്ക് പിന്നാലെ പോകാതെ അക്ഷരങ്ങളുടെ ലഹരിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആളുകൾക്ക് ആ ഒരു മാർഗത്തിൽ കടക്കാൻ കഴിയുമെന്നാണ് ആനന്ദേട്ടനും ആ ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്നത്. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.